ലോകത്തെ ആകെ ഞെട്ടിച്ച അപ്രതീക്ഷിത നീക്കത്തിൽ അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ്. അതിനുപയോഗിച്ചതോ ലോകത്തിലെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനവും. വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ അഭിമാന യുദ്ധവിമാനമായ B-2 സ്പിരിറ്റ് ബോംബർ രൂപകൽപ്പന കൊണ്ടും അതിൻ്റെ ശേഷി കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു യുദ്ധവിമാനം. ശീതയുദ്ധകാലത്തെ ടെക്നോളജി റേസിൽ നിന്ന് രൂപമെടുത്ത് ആധുനിക പ്രതിരോധത്തിൽ അമേരിക്കയുടെ അവിഭാജ്യ ഘടകമായി മാറിയ B-2 സ്പിരിറ്റ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. വ്യോമ മേധാവിത്വത്തിൻ്റെയും ആക്രമണശേഷിയുടെയും ഉത്തമ ഉദാഹരണമാണ് B-2 സ്പിരിറ്റ്. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയായ നോർത്രോപ്പ് ഗ്രമ്മൻ ആണ് ഇത് നിർമ്മിച്ചത്. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ച് അതിർത്തി കടന്ന് ഉള്ളിലേക്ക് കയറി ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് B-2 സ്പിരിറ്റ്. ആകെ 21 യൂണിറ്റുകൾ മാത്രമാണ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ 19 എണ്ണം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ഒരു B-2 വിമാനത്തിന് 17,000 കോടി രൂപയിലധികമാണ് നിർമ്മാണ ചെലവ്. ഈ വില കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സാങ്കേതിക മികവും പ്രാധാന്യവും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാനാകും. B-2വിനെ ഇത്രയും ഡേഞ്ചറസ് ആക്കുന്നത് എന്താണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം അതിൻ്റെ ഗ്ലോബൽ റീച്ച് അഥവാ ലോകത്തെവിടെയും എത്താൻ കഴിയുന്ന തരത്തിലുള്ള ദൂരപരിധി തന്നെയാണ്. ഒറ്റത്തവണ ഇന്ധനം നിറച്ച് 6,000 നോട്ടിക്കൽ മൈലിലധികം, അതായത് ഏകദേശം 11,000 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഇതിന് കഴിയും. ലക്ഷ്യസ്ഥാനം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്താനും സുരക്ഷിതമായി തിരിച്ചെത്താനും സാധിക്കും. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ B-2 സ്പിരിറ്റ് പറക്കും. മുൻപ് അമേരിക്കയിലെ മിസൗറിയിൽ നിന്ന് പറന്നുയർന്ന് അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലുമൊക്കെ ആക്രമണം നടത്താൻ അമേരിക്ക B-2 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാനിലും. ഈ വിമാനത്തിന് 18,000 കിലോഗ്രാമിലധികം ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. സാധാരണ ബോംബുകൾ തുടങ്ങി ആണവായുധങ്ങൾ വരെ വഹിക്കാൻ B-2 സ്പിരിറ്റിന് കഴിയും. മാസീവ് ഓർഡൻസ് പെനിട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൂടാതെ GPS ഗൈഡഡ് JDAMs, സ്റ്റാൻഡ് ഓഫ് ഗ്ലൈഡ് ബോംബുകളായ JSOW, ദീർഘദൂര ക്രൂസ് മിസൈലുകളായ JASSM, JASSM-ER എന്നിവ ഇതിന് വിക്ഷേപിക്കാൻ സാധിക്കും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടന്ന അമേരിക്കൻ ആക്രമണം B-2 വിമാനങ്ങളുടെ ആക്രമണശേഷിയുടെ ഉദാഹരണം കൂടിയായിരുന്നു. അതായത് ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്തി യാതൊരു സൂചനയും അവശേഷിപ്പിക്കാതെ തിരിച്ചു പോരുക എന്നതായിരുന്നു ദൗത്യം. റിപ്പോർട്ടുകൾ അനുസരിച്ച് B-2 വിമാനങ്ങൾ ഇറാനിലെ ഫോർദോയിലെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രത്തെ കൂടെയാണ് ആക്രമിച്ചത്. ഇതൊരു മലയുടെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചുറ്റുമുള്ള പ്രദേശവും. ഏകദേശം 6 GBU-57AB മാസീവ് ഓർഡൻസ് പെനിട്രേറ്റർ ബോംബുകൾ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ കേന്ദ്രത്തിൽ വർഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. B-2വിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മാസീവ് ഓർഡൻസ് പെനിട്രേറ്റർ അഥവാ MOP ബോംബുകളാണ്. 30,000 പൗണ്ട് ഭാരമുണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക്. ഇറാനിലെ ഫെർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് US ബോംബറുകൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായ റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശമുണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം. US-ൻ്റെ പക്കൽ മാത്രമാണ് ഇത്തരം കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57A-B എന്ന ബോംബുള്ളത്. 20 അടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ US-ൻ്റെ B-2 ബോംബറുകൾക്ക് മാത്രമേ സാധിക്കൂ. ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് മാസീവ് ഓർഡൻസ് പെനിട്രേറ്റർ. 200 അടിയോളം ആഴത്തിൽ പാറകൾ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന തരത്തിലുള്ള ബോംബാണിത്. നിലവിൽ US-നും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട്. GBU-57A-B എന്ന കോഡ് നാമത്തിൽ US സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് MOP. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണിത്. ഭൂമിക്കടിയിലുള്ള ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളുമൊക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ്. സാധാരണ ബോംബുകൾക്ക് ഇവയിലൂടെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്താനാകില്ല. ഈ പരിമിതിയെ മറികടക്കുന്നതാണ് MOPയുടെ ശേഷി. ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിൻ്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവചം. ഈ ബോംബിനുള്ളിൽ 2,400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക. നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കൂ. ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിൻ്റെ ലക്ഷ്യം. GPS-ഉം ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ബോംബ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. കൃത്യമായ ലക്ഷ്യത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാനും മീറ്ററുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ പതിക്കും. തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെയും മറികടന്ന് ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങും. 20 അടി നീളവും 31.5 അടി വ്യാസവുമുള്ള ഭീമാകാരനായ ഈ ബോംബിനുള്ളിൽ ഏകദേശം 2.5 ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളത്. ബങ്കറിനുള്ളിൽ പതിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ അതിലുള്ള എല്ലാം തകർന്നടിയും.